കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ നീറ്റ് സക്സസ് സെലിബ്രേഷൻ. ഈ ചരിത്ര വിജയം ആഘോഷമാക്കാൻ ബ്രില്യന്റ് ഒരുങ്ങുകയാണ്. നീറ്റ് എക്സാമിൽ മലയാളികളുടെ അഭിമാനമായി മാറിയ ഈ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന മലബാർ മേഖലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിക്കാൻ പോകുന്ന ദി മെഗാ ഇവന്റ് ബ്രില്യൻസ് മെഡി കോൺകർ 2026. 2026 നീറ്റ് എക്സാമിൽ ഉയർന്ന വിജയം നേടിയ മലബാറിലുള്ള നീറ്റ് വിജയികൾക്കായി കോഴിക്കോട് ദേവഗിരി ക്യാമ്പസിൽ ഓഗസ്റ്റ് 2-ാം തീയതി അരങ്ങുയരാൻ പോകുന്നത് ഏറ്റവും വലിയ നീറ്റ് വിക്ടറി സെലിബ്രേഷൻ ബ്രില്യൻസ് മെഡി കോൺകർ 2026. 2026 ഓൾ ഇന്ത്യ മെഡിക്കൽ നീറ്റ് പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് മികച്ച നേട്ടമാണ് 2026 കരസ്ഥമാക്കാൻ സാധിച്ചത്. കേരളത്തിലെ ആദ്യ 10-ൽ 7 റാങ്കും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ നേടി. 720-ൽ 692 മാർക്കോടെ കേരളത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ നീരജ് ബി കൊല്ലം കരുനാഗപ്പള്ളി ബിന്ദു ഭവനിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ ബിജോ ജിയുടെയും സ്റ്റാഫ് നഴ്സായ രേഖ എസിന്റെയും മകനാണ്. മാന്നാനം KE സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നീറ്റ് എൻട്രൻസ് പരിശീലനം നേടിയാണ് നീരജ് ഈ വലിയ വിജയം സ്വന്തമാക്കിയത്. 3-ാം വർഷ MBBS വിദ്യാർത്ഥി നിരഞ്ജൻ ബി ഏക സഹോദരനാണ്. നിരഞ്ജനും ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. നീരജിനെ 25 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകിയാണ് ബ്രില്യന്റ് വിക്ടറി ഡേയിൽ അനുമോദിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ 69-ാം റാങ്ക് നേടി തിളക്കമാർന്ന വിജയം കൈവരിച്ച ജൊഹാൻ ജോബ്, ചങ്ങനാശ്ശേരി സ്വദേശികളായ വിപ്രോ ഉദ്യോഗസ്ഥൻ ജോബ് കെ ജോസഫിന്റെയും അധ്യാപിക ആൻ നീതു മാത്യുവിന്റെയും മകനാണ് ജൊഹാൻ. നിലവിൽ ബംഗളൂരുവിലാണ് കുടുംബം താമസിക്കുന്നത്. ബ്രില്യന്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം മുതലെയുള്ള പരിശീലനം ജൊഹാൻ ഓൺലൈനായാണ് നേടിയത്. ബ്രില്യന്റിന്റെ അനേകം വിജയികൾക്ക് പ്രചോദനമായ ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സ്കൂളിലെ മുൻ അധ്യാപിക ത്രേസ്യാമ്മ ടീച്ചറാണ് ജൊഹാന്റെ ഗ്രാൻഡ് മദർ. ഈ മികച്ച നേട്ടത്തിന് സ്കോളർഷിപ്പായി ബ്രില്യന്റ് വിക്ടറി ഡേയിൽ 25 ലക്ഷം രൂപയാണ് ജൊഹാന് ലഭിക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ നിവേദിത മനോജ് നായർ, ചാർട്ടേഡ് അക്കൗണ്ടന്റായ മനോജ് മോഹനൻ നായരുടെയും പ്രൊഫസർ ശ്രീല രാജേന്ദ്രന്റെയും മകളാണ് നിവേദിത. +2 പഠനത്തിന് ശേഷം 1 വർഷം പാലാ ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിയ നിവേദിത 686 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 169-ാം റാങ്കാണ് സ്വന്തമാക്കിയത്. ഈ മികച്ച നേട്ടത്തിന് സ്കോളർഷിപ്പായി ബ്രില്യന്റ് വിക്ടറി ഡേ ചടങ്ങിൽ 10 ലക്ഷം രൂപയാണ് നിവേദിതയ്ക്ക് ബ്രില്യന്റ് വിക്ടറി വേദിയിൽ നൽകപ്പെടുന്നത്. 5 ലക്ഷം രൂപയുടെ ക്യാഷ് സ്കോളർഷിപ്പ് നേടാൻ മുഹമ്മദ് ഫാദിൽ, കോഴിക്കോട് വില്യാപ്പള്ളി അറൂറ സ്വദേശിയായ ഫാദിൽ പ്രവാസിയായ ഫൈസൽ എയുടെയും നജുമിനുസയുടെയും മകനാണ്. +2 പഠനത്തിന് ശേഷം 1 വർഷം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നീറ്റ് പരിശീലനം നേടിയ ഫാദിൽ 720-ൽ 685 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 183-ാം റാങ്കാണ് സ്വന്തമാക്കിയത്. +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാഫിസ്, 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫിസാൻ, 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി ആമിന ഹിന ഫാത്തിമ എന്നിവരാണ് സഹോദരങ്ങൾ. കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശിയായ തോമസ് കുര്യൻ, അധ്യാപക ദമ്പതികളായ ഷെറിൻ ജോൺ ടിയുടെയും ടെസി തോമസിന്റെയും മകനാണ് തോമസ്. ഈ തിളക്കമാർന്ന വിജയത്തിന് സ്കോളർഷിപ്പായി ബ്രില്യന്റ് വിക്ടറി ഡേയിൽ 5 ലക്ഷം രൂപയാണ് തോമസിന് ലഭിക്കുന്നത്. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെയായിരുന്നു തോമസിന്റെ നീറ്റ് എൻട്രൻസ് പരിശീലനം. 720-ൽ 683 മാർക്ക് നേടി അഖിലേന്ത്യാ തലത്തിൽ 220-ാം റാങ്കാണ് തോമസ് കുര്യൻ സ്വന്തമാക്കിയത്. നീറ്റ് പരീക്ഷയിൽ 677 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 334-ാം റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ മുരളീകൃഷ്ണ അശോക്, തിരുവനന്തപുരം പേരൂർക്കട കൃഷ്ണകൃപയിൽ ഡോക്ടർ ദമ്പതികളായ അശോക് BP-യുടെയും സിമി ജിയുടെയും മകനാണ് മുരളീകൃഷ്ണ. ഈ മികച്ച നേട്ടത്തിന് 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ബ്രില്യന്റ് വിക്ടറി ഡേ ചടങ്ങിൽ മുരളീകൃഷ്ണയ്ക്ക് ലഭിക്കുന്നത്. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമായിരുന്നു ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെയുള്ള നീറ്റ് പരിശീലനം. 1 ലക്ഷം രൂപ സ്കോളർഷിപ്പോടെ അടുത്ത അനുമോദനം ഏറ്റുവാങ്ങുന്നത് ലാരിൻ മുഹമ്മദ്. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിയായ ലാരിൻ സർക്കാർ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് MM-ന്റെയും ഖദീജ KEയുടെയും മകളാണ്. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെ നീറ്റ് എൻട്രൻസ് പരിശീലനം നേടിയ ലാരിൻ 675 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 386-ാം റാങ്കാണ് കരസ്ഥമാക്കിയത്. വിദ്യാർത്ഥികളായ ഹിഷാം മുഹമ്മദും ഫാത്തിം മുഹമ്മദുമാണ് സഹോദരങ്ങൾ.
ആലപ്പുഴ നീരേറ്റുപുറം കമലതളം വീട്ടിൽ ഡോക്ടർ ദമ്പതികളായ ഉമേഷ് കുമാറിന്റെയും രേഷ്മയുടെയും മകനായ അച്യുത് ശൈലേന്ദർ ഉമേഷ് നീറ്റ് പരീക്ഷയിൽ 675 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 397 റാങ്ക് കരസ്ഥമാക്കി. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാറിലെ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെയാണ് അച്യുത് നീറ്റ് എൻട്രൻസ് പരിശീലനം പൂർത്തിയാക്കിയത്. ആദിത്യ ശൈലേന്ദർ ഉമേഷാണ് സഹോദരൻ. ബ്രില്യന്റ് വിക്ടറി ഡേയിൽ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് അച്യുതിന് ലഭിക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി ഹരിചന്ദനം വീട്ടിലെ ഡോക്ടർ സുരേന്ദ്രൻ CP-യുടെയും അധ്യാപികയായ മഞ്ജു M-ന്റെയും മകനായ ദേവനാരായണൻ S 675 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 411 റാങ്കാണ് ദേവനാരായണൻ സ്വന്തമാക്കിയത്. തൃശൂർ ദേവമാതാ സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെയായിരുന്നു ദേവനാരായണന്റെ നീറ്റ് എൻട്രൻസ് പരിശീലനം. ഡോക്ടർ അദ്വൈത് കൃഷ്ണ S സഹോദരനാണ്. ഈ മികച്ച നേട്ടത്തെ മുൻനിർത്തി ബ്രില്യന്റ് വിക്ടറി ഡേയിൽ 50,000 രൂപയുടെ സ്കോളർഷിപ്പ് നൽകി ദേവനാരായണനെ അനുമോദിക്കുന്നു. തിരുവനന്തപുരം സെയിന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെ നീറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ദുർഗ BS തിളക്കമാർന്ന വിജയമാണ് നീറ്റ് 2026 നേടിയത്. 674 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 416 റാങ്കാണ് ദുർഗ കരസ്ഥമാക്കിയത്. തിരുവനന്തപുരം പോങ്ങുമൂടി ശ്രീകരി വീട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ ബാലാജി കൃഷ്ണകുമാറിന്റെയും ടാറ്റ കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ NR ശാന്തിയുടെയും മകളാണ് ദുർഗ. ഈ മികച്ച നേട്ടത്തിന് 50,000 രൂപയുടെ സ്കോളർഷിപ്പാണ് ദുർഗയ്ക്ക് ബ്രില്യന്റ് നൽകുന്നത്. മലപ്പുറം നെല്ലിപ്പറമ്പ് കൊല്ലത്തൊടി വീട്ടിൽ അഡ്വക്കേറ്റ് ജുനൈസിന്റെയും KSCB റീജിയണൽ മാനേജർ റഷയുടെയും മകനായ സെബിൻ E നീറ്റ് പരീക്ഷയിൽ 671 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 446 റാങ്ക് കരസ്ഥമാക്കി. +2 പഠനത്തിന് ശേഷം 1 വർഷം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നീറ്റ് എൻട്രൻസ് പരിശീലനം നേടിയ സെബിന് ബ്രില്യന്റ് വിക്ടറി ഡേയിൽ 50,000 രൂപയുടെ സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 500 റാങ്കിനുള്ളിൽ 11 പേർ ഇടം നേടി. 5000 റാങ്കിനുള്ളിൽ 221 പേരും 10,000 റാങ്കിനുള്ളിൽ 550ഓളം പേരും 20,000 റാങ്കിനുള്ളിൽ 1200ഓളം പേരും 30,000 റാങ്കിനുള്ളിൽ 2000ഓളം പേരും ബ്രില്യന്റിലെ പരിശീലനത്തിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കി. അവരിൽ മലബാറിലെ മിടുക്കർ ഒന്നിക്കുന്ന മഹാവിജയവേദി. നാടിന്റെ അഭിമാന താരങ്ങളായ ഈ വിജയികളെ ആദരിക്കാൻ ബ്രില്യന്റ് വിക്ടറി ഡേയുടെ വേദിയിലേക്ക് ജനനായകന്മാരും ഭരണാധികാരികളും സാമൂഹിക മേഖലയിലെ പ്രഗത്ഭരും ഒരുമിച്ചെത്തുന്നു. ആത്മീയ സാമൂഹിക രംഗങ്ങളിലെ കരുത്തുറ്റ സാന്നിധ്യം IUML സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വ്യവസായ വികസനത്തിന് പുതിയ ദിശാബോധമേകിയ ജനപ്രിയ നേതാവ് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ കുറിച്ച വിദ്യാഭ്യാസ മന്ത്രി ശ്രീ N ഷംസുദ്ദീൻ. വികസന കുതിപ്പിന് കരുത്തു പകരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PK ബഷീർ. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ. കർഷക മനസ്സിന്റെ ശബ്ദമായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ T സിദ്ദീഖ്. കോഴിക്കോടിന്റെ വികസന നായകൻ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ. ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ വക്താവ് കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു. നിയമജ്ഞനും ജനകീയ പ്രതിനിധിയുമായ കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് ജയന്ത്. നാടിന്റെ യുവപ്രതീക്ഷ പേരാമ്പ്ര MLA അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. ക്രമസമാധാന പാലനത്തിലെ കരുത്തുറ്റ സാന്നിധ്യം കോഴിക്കോട് SP ശ്രീ ഷൗക്കത്ത് അലി. കോഴിക്കോടിന്റെ നഗരപിതാവ് മേയർ ശ്രീ O സദാശിവൻ. വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലെ മാർഗദർശി MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ. അതോടൊപ്പം ബ്രില്യന്റിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും മലപ്പുറം ജില്ലയിലെ തിരൂർ സബ് കളക്ടറും കൂടിയായ നാടിന്റെ സ്വന്തം ശ്രീ ദിലീപ് കൈനിക്കര IAS. CMI കോഴിക്കോട് സെയിന്റ് തോമസ് പ്രൊവിൻസിന്റെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ബിജു ജോൺ വെള്ളക്കട CMI. 2026 നീറ്റ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മലബാറിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമേകാൻ 2025 നീറ്റ് എക്സാമിൽ കേരളത്തിന്റെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയ DB ജിപ്മെർ പോണ്ടിച്ചേരിയിൽ നിന്നും ഈ ബ്രില്യന്റ് വിക്ടറി ഡേയുടെ നിറസാന്നിധ്യമായിരിക്കും. 2023 നീറ്റ് പരീക്ഷയിൽ 720ൽ 711 മാർക്ക് നേടി ഓൾ ഇന്ത്യ 23ാം റാങ്കോടെ കേരളത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആര്യ RS തുടങ്ങി ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ബ്രില്യന്റ് വിക്ടറി ഡേയിൽ അണിനിരക്കുന്നത്. ഇവരെല്ലാം വടക്കൻ കേരളത്തിലെ കോഴിക്കോട് ഓഗസ്റ്റ് 2-ാം തീയതി ഒന്നിക്കുമ്പോൾ തീരുന്നില്ല ബ്രില്യന്റ് വിക്ടറി ഡേ. തെക്കൻ കേരളത്തിന് ആവേശമാക്കാൻ
ഓഗസ്റ്റ് 8-ാം തീയതി തിരുവനന്തപുരത്തും മധ്യകേരളത്തിലുള്ളവർക്ക് ഓഗസ്റ്റ് 9-ാം തീയതി പാലായിലുമായി 3 വിക്ടറി ഡേ ആണ് ഈ വർഷം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനുള്ളത്. ഈ വേദികളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ ഏറ്റുവാങ്ങാൻ ബ്രില്യന്റിലെ വിജയതാരങ്ങളെല്ലാം അണിനിരക്കും. 2026 നീറ്റ് എക്സാമിൽ ചരിത്രം സൃഷ്ടിച്ച വിദ്യാർത്ഥികൾക്ക് ആവേശമേകാൻ ഈ 3 വേദികളും അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റാൻ കേരളത്തിലെ തന്നെ പ്രമുഖ മ്യൂസിക് ബാൻഡുകളുടെ പെർഫോമൻസ് ആണ് നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. ശേഷം കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ടീമായ നില കാറ്ററിംഗിന്റെ വിഭവസമൃദ്ധമായ വിരുന്നും കൂടിയാകുമ്പോൾ ദി ഡേ ഈസ് ഗോണ ബി കംപ്ലീറ്റ്. സോ അബ്സല്യൂട്ട്ലി ഇറ്റ്സ് എ സെലിബ്രേഷൻ ലൈക്ക് നെവർ ബിഫോർ. Stay tuned for Brilliance Mediconquer 2026.